ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന സൈനിക സ്കൂളിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഓഫ്ലൈൻ ആയിട്ടാണ് ഇതിന്റെ അപേക്ഷ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് വരുന്നതും ഓഫ്ലൈൻ ആയിട്ട് വരുന്നതും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത് കൃത്യമായിട്ട് ലഭിക്കാൻ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ എല്ലാവരുടെയും നിങ്ങൾക്ക് ഇതുപോലെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ലഭിക്കും. അപ്പോൾ സൈനിക സ്കൂൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ അഡ്രസ്സാണ്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മുടെ അപേക്ഷകൾ അയക്കേണ്ടത്. ബീഹാറിലാണ് ഇത് വരുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്, മെയിൽ ഉണ്ട്, എല്ലാം ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ TGT കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഒരു വേക്കൻസി OBC ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസിൽ, അല്ലെ BCA ബാച്ചിലർ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഗ്രാജുവേറ്റ് ഇൻ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ആൻഡ് 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ITI ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നെങ്കിലും അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ ഈ പറയുന്ന യോഗ്യത അല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ 18 to 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 44,900 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുകൂടാതെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫ്രം ഇന്ത്യൻ നാഷണൽ ഫോർ ദി ഫോളോയിങ് റെഗുലർ പോസ്റ്റ്, സ്ഥിര ജോലിയാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സ്ഥിരമായിട്ട് നമുക്ക് ഇതിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ലൈബ്രറി എന്ന് പറയുന്ന പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗ്രാജുവേറ്റ് വിത്ത് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാമാണ് ഗ്രാജുവേറ്റ് വിത്ത് 1 ഇയർ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 18 to 35 വയസ്സ് വരെ അപേക്ഷിക്കാം. 44,900 ബേസിക് ശമ്പളമായിട്ട് പറയുന്നത് കേട്ടോ. നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. പിന്നെ അലവൻസ് കാര്യങ്ങളെല്ലാം കിട്ടും. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം. പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ടെന്ന് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് കാണാൻ സാധിക്കും. അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ജനറൽ OBCക്ക്, 400 രൂപയാണ് SC ST വിഭാഗം അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് നടക്കേണ്ടത്. SBI ബ്രാഞ്ചിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാണിച്ചാൽ മതി ബാങ്കിൽ. അതിൽ അടച്ചിട്ട് അപേക്ഷ സമർപ്പിക്കുക. അതിൻ്റെ കൂടെ അതിൻ്റെ റെസീറ്റ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് അപേക്ഷ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അപേക്ഷാ ഫോം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഇതാണ് അപേക്ഷാ ഫോം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ തന്നെ അഡ്രസ്സും കാര്യങ്ങളും വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്തിട്ട് വേണം അപേക്ഷിക്കാനെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ കൂടെ നമ്മുടെ ഇതിൽ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കും. പ്രധാനപ്പെട്ട നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതിൻ്റെ എല്ലാം കോപ്പി വെക്കുക. എന്നിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഫോമും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പലരും അത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഫുള്ളായിട്ടൊന്ന് നോക്കുക. ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന ജോലി അവസരങ്ങളും പിന്നെ നമ്മുടെ സ്റ്റോറിൻ്റെ ലിങ്കും ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രോപ്പറായിട്ട് കൊടുക്കാറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കാത്ത സാഹചര്യം ഒന്നിക്ക് അപേക്ഷ തുടങ്ങിയിട്ടുണ്ടാവില്ല, വരാൻ പോകുന്നൊരു നോട്ടിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഒരു അപേക്ഷ തുടങ്ങി അതിൻ്റെ പരീക്ഷ ഉടനെ നടക്കുമെന്ന് പറയുമ്പോൾ അതിന് താഴെ നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാതിരിക്കലുള്ളൂ. പിന്നെ PSCൻ്റെയും കൊടുക്കാറില്ല, കാരണം നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് എല്ലാവർക്കും, അധിക പേർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും താഴെ ഉണ്ടാവും. അപേക്ഷിക്കേണ്ട ഈ ഫോമും താഴെ ഉണ്ടാവും. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.